ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു വിശ്വാസി ഉറങ്ങുന്ന സമയത്ത് അവന്റെ വിരിപ്പുകൾ കുടയണം. വിരിപ്പ് കുടഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. കാരണം ആ വിരിപ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ വിരിപ്പൊക്കെ നല്ലോണം കുടയണം. ചെയ്യൂലേ? മുത്തുനബി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു വിശ്വാസി ഉറങ്ങുന്ന സമയത്ത് അവന്റെ വിരിപ്പുകളൊക്കെ ഒന്ന് കുടഞ്ഞ് അങ്ങനെ വേണം, എന്നിട്ട് വേണം പിന്നെ വിരിച്ചിട്ട് കിടന്നുറങ്ങാൻ. കാരണം ആ വിരിപ്പിൽ എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് വിരിപ്പുകൾ കുടഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങണപ്പോ വിരിപ്പൊക്കെ തട്ടി കുടഞ്ഞ് പിന്നെ വിരിച്ചിട്ട് കിടന്നുറങ്ങാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മിസ്വാക്കിന്റെ പ്രതിഫലം അല്ലെ, ബ്രഷിന്റെ കൂലി പറഞ്ഞു, വുളൂഇന്റെ പ്രതിഫലങ്ങൾ പറഞ്ഞു, വുളൂഇന്റെ ഓരോ സുന്നത്തുകളും അതിന്റെ പ്രതിഫലങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വുളൂ എടുത്ത് മിസ്വാക്ക് ചെയ്ത് വിരിപ്പുകൾ കുടഞ്ഞുകൊണ്ടൊരു വിശ്വാസി അങ്ങനെ വിരിപ്പൊക്കെ വിരിച്ച് നല്ല റാഹത്തോടെ ഉറങ്ങുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ, നല്ല രൂപത്തിൽ ഈ രൂപത്തിൽ നമ്മൾ ഉറങ്ങുമ്പോ ആയിഷ, ഒരാള് ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത്, ഉറക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മരണം പോലെയാണ്. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് വേണം എഴുന്നേൽക്കാൻ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അപ്പോൾ നമ്മൾ മിസ്വാക്ക് ബ്രഷ് ചെയ്യുന്നതിന്റെ കൂലി പറഞ്ഞു, വുളൂഇന്റെ കൂലി പറഞ്ഞു. അങ്ങനെ ബ്രഷ് ചെയ്ത് മിസ്വാക്ക് ചെയ്ത് വുളൂ ചെയ്ത് വിരിപ്പൊക്കെ കുടഞ്ഞ് നല്ല രൂപത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മഹദിയായ ആയിഷ ബീവിയോട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആയിഷ, ഉറങ്ങുമ്പോൾ ഒരു ഖത്മ് ഓതിയ പ്രതിഫലം വാങ്ങിയിട്ടല്ലാതെ, ഒരു ഖത്മ് ഓതിയിട്ടല്ലാതെ കിടന്നുറങ്ങല്ലേ ആയിഷ. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ രണ്ടാമത് പറഞ്ഞത്, ആയിഷ, ഉറങ്ങുന്നതിന്റെ മുമ്പ് അമ്പിയാക്കന്മാരുടെ ശഫാഅത്ത് വാങ്ങിയിട്ടല്ലാതെ, അമ്പിയാക്കന്മാരുടെ ശുപാർശ വാങ്ങിയിട്ടല്ലാതെ ഉറങ്ങല്ലേ ആയിഷ. മൂന്നാമതായി ആയിഷ, ലോകത്തുള്ള വിശ്വാസികളുടെ പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ ഉറങ്ങരുത്. നാലാമത്, ഒരു ഹജ്ജും ഉംറയും ചെയ്തിട്ടല്ലാതെ ഉറങ്ങല്ലേ ആയിഷ. ആയിഷ ബീവി അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയേ ഉറങ്ങുന്ന സമയത്ത് ഒരു ഖത്മ് തീർക്കാൻ പറ്റാ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു വിശ്വാസി ഉറങ്ങുമ്പോ മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 3 മററാത്ത് ഫലഹു അജ്റു ഖത്മുൽ ഖുർആൻ. ഒരു വിശ്വാസി ഉറങ്ങുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയിട്ട് ഉറങ്ങിയാൽ അവനൊരു ഖത്മുൽ ഖുർആൻ, ഖുർആൻ മുഴുവനായിട്ട് ഓതിയ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതണ്ടേ നമുക്ക് ഉറങ്ങാൻ കൊടുക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയിട്ട് ഉറങ്ങിയാൽ ഫലഹു അജ്റു ഖത്മുൽ ഖുർആൻ, അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? ഒരു ഖത്മ് ഓതിയിട്ട് ഉറങ്ങിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായിട്ട് ആയിഷ ബീവി ചോദിക്കുന്നു, അമ്പിയാക്കന്മാരുടെ ശുപാർശ വാങ്ങിയിട്ട് ഉറങ്ങുന്നത് എങ്ങനെയാണ് നബിയേ? മുത്തുനബി പറയാണ്, ആയിഷ, 3 തവണ സ്വലാത്ത് ചൊല്ലിയിട്ടുറങ്ങണം. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഈ സ്വലാത്ത് 3 തവണ ചൊല്ലിയിട്ടുറങ്ങണം.
ഈ സ്വലാത്ത് 3 തവണ ചൊല്ലിയിട്ടുണ്ട്. ഏതാ സ്വലാത്ത്? എല്ലാവരും ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഒന്നുകൂടി ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഒന്നുകൂടി ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഇനി സംശയമുള്ള ഒരു യൂട്യൂബിൽ ക്ലാസ് ഉണ്ടല്ലോ, എടുത്ത് കേട്ടിട്ട് എഴുതിയെടുക്കുക, പഠിക്കാം. ഉറങ്ങുന്ന സമയത്ത് ഈ സ്വലാത്ത് 3 തവണ ചൊല്ലി ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അമ്പിയാക്കളെ പൊരുത്തത്തോടു കൂടെ ഉറങ്ങാൻ. മൂന്നാമതായിട്ട് ആയിഷ ബീവി ചോദിക്കുന്നു, ലോകത്തുള്ള വിശ്വാസികളുടെ പൊരുത്തം വാങ്ങിയിട്ട് എങ്ങനെയാണ് ഉറങ്ങുക നബിയെ? മുത്തുനബി പറയുന്നു, ആയിഷ, ഉറങ്ങുന്ന സമയത്ത് നീ ഒരു ദുആ ചെയ്യണം. ഏതാണ് ദുആ? ആ ദുആ ചെയ്താൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും പൊരുത്തം കിട്ടും. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ചൊല്ലിയല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഈ ദുആ പഠിക്കണം. ഇത് ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും പൊരുത്തം കിട്ടും. പോരെ, ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? പടച്ചോനെ, വലിയ വലിയ മഹത്തുക്കളില്ലേ, മഹാന്മാരില്ലേ, അവരൊക്കെ പൊരുത്തത്തോടെ ഉറങ്ങാം. ഇത്രയും വലിയ കൂലിയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മുടെ മദദേ, നമ്മുടെ ഊർ കുടുംബങ്ങൾ ഇത് പതിവാക്കാൻ തീരുമാനിച്ചോളൂ. ഇൻഷാ അല്ലാഹ് പറയലോ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 4ാമത്തെ കാര്യം എന്താണ്? ആയിഷ ഹജ്ജിന്റെയും ഉംറയുടെയും ഹജ്ജും ഉംറയും ചെയ്തിട്ടല്ലാതെ ഉറങ്ങരുത്. എങ്ങനെയാ റസൂലുള്ളാഹ് ഉറങ്ങണ സമയത്ത് പെട്ടെന്ന് ഒരു ഹജ്ജ് ഉംറ ചെയ്യാൻ പറ്റാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വുളൂഓടുകൂടെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് മന്ത്രിച്ചൂതിയിട്ട് കിടന്നാൽ, മുത്തുനബി മന്ത്രിക്കുമായിരുന്നു, ഹബീബായ തങ്ങൾ മന്ത്രിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വുളൂഓടുകൂടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സംഗതികൾ, സൂറത്തുൽ ഇഖ്ലാസ്, ഈ ദിക്റുകൾ, ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് മന്ത്രിച്ചൂതിയിട്ട് കിടന്നാൽ അവർക്ക് ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. പടച്ചവനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ 4 കാര്യവും ജീവിതത്തിൽ പതിവാക്കണം. മുത്തുനബി പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് വലിയ ഒരു കാര്യമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് പതിവാക്കൂലേ? പതിവാക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. നമ്മള് നമ്മുടെ ഊർ കുടുംബങ്ങൾ എല്ലാവരും പതിവാക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പതിവാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയ മഹത്വമുള്ള സംഗതികളാണ് ഈ പറഞ്ഞതൊക്കെ. ഇത് നമ്മൾ പതിവാക്കണം, ഇത് നമ്മൾ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് പതിവാക്കണം, പതിവാക്കണം കേട്ടോ. ഇത് നമ്മൾ പതിവാക്കി കൊണ്ട് നടക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറങ്ങണ സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് ഉറങ്ങണം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉറങ്ങുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് തലവെച്ചുകൊണ്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടക്കണം. അങ്ങനെയാണ് മുത്തുനബിയുടെ സുന്നത്തുള്ളത്. ഉറങ്ങുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വലതുഭാഗത്തേക്ക് തലങ്ങനെ ചരിച്ചു വെച്ചിട്ട് ഇങ്ങനെ കിടന്നാൽ ആ കിടത്തത്തിൽ ഖുർആനിൽ നിന്ന് കുറഞ്ഞ ആയത്തുകളോത് വലിയ കൂലിയുണ്ട്. പറ്റുമെങ്കിൽ ആയത്തുൽ കുർസി ഓത. കുറേ ഓതണ്ട, കുറഞ്ഞ ആയത്ത്. പറ്റുമെങ്കിൽ ആയത്തുൽ കുർസി ഓത. മാഷാ അല്ലാഹ്, അങ്ങനെ ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി ഓതിക്കോളി. ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്, തൗഫീഖ് നൽകണം അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി
وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه عليه وسلم. ഒരു കുടുംബം